എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ ഒരു അടിപൊളി പാഠം പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ ചെവിയിൽ തേൻമഴ പൊഴിക്കുന്ന, ചിലപ്പോൾ നമ്മളെ പേടിപ്പിക്കുന്ന, എപ്പോഴും നമ്മളോടൊപ്പമുള്ള ഒരാളെക്കുറിച്ചാണ് ഈ പാഠം. ആരാണെന്ന് മനസ്സിലായോ? അതെ, ശബ്ദം. പാഠത്തിന്റെ പേര് ശബ്ദതരംഗങ്ങൾ അഥവാ സൗണ്ട് വേവ്സ്. നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. നിങ്ങൾ പാർക്കിൽ ഊഞ്ഞാലാടാൻ പോയിട്ടില്ലേ? ഊഞ്ഞാലാടുമ്പോൾ നമ്മൾ മുന്നോട്ടും പിന്നോട്ടും ഒരേപോലെ ചലിച്ചുകൊണ്ടിരിക്കും. ഈ ചലനത്തിന് ഒരു പ്രത്യേക പേരുണ്ട്: ദോലനം അഥവാ ഓസിലേഷൻ. ഒരു വസ്തു അതിന്റെ തുലനാവസ്ഥയെ അഥവാ എക്വിലിബ്രിയം പൊസിഷനെ ആസ്പദമാക്കി ക്രമമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതിനെയാണ് ദോലനം എന്ന് പറയുന്നത്. ക്ലോക്കിലെ പെൻഡുലം ആടുന്നത്, ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുന്നത്, ഗിറ്റാറിലെ കമ്പി മീട്ടുന്നത് എന്നിവയെല്ലാം ദോലനത്തിന് ഉദാഹരണങ്ങളാണ്. ഒരു ദോലനം പൂർത്തിയാക്കാനെടുക്കുന്ന സമയത്തെ നമ്മൾ എന്തു വിളിക്കും? അതിനെയാണ് പീരിയഡ് എന്ന് പറയുന്നത്. ഇതിനെ ടി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. യൂണിറ്റ് എന്തായിരിക്കും? സമയമല്ലേ? അപ്പോൾ സെക്കൻഡ്. ഇനി ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ ചെയ്യുന്നു എന്നതിന്റെ അളവാണ് ആവൃത്തി അഥവാ ഫ്രീക്വൻസി. ഇതിനെ എഫ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെർട്സ് എന്നാണ്. ഹെൻറിച്ച് ഹെർട്സ് എന്ന ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ പീരീഡും ഫ്രീക്വൻസിയും തമ്മിലൊരു ബന്ധമുണ്ട്. ഫ്രീക്വൻസി കൂടുമ്പോൾ പീരീഡ് കുറയും, ഫ്രീക്വൻസി കുറയുമ്പോൾ പീരീഡ് കൂടും. അതായത് F = 1/T. ഒരു പെൻഡുലത്തിന് ഒരു ദോലനം പൂർത്തിയാക്കാൻ 2 സെക്കൻഡ് വേണമെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും? F = 1/2 = 0.5 ഹെർട്സ്. എളുപ്പമല്ലേ? ഒരു ഊഞ്ഞാലാടുമ്പോൾ അത് തുലനാവസ്ഥയിൽ നിന്ന് ഒരു വശത്തേക്ക് എത്ര ദൂരം പോകുന്നുവോ ആ കൂടിയ സ്ഥാനാന്തരത്തെയാണ് ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ ഊർജം കൂടുതലായിരിക്കും. ഇനി ശബ്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വസ്തുക്കളുടെ കമ്പനം, അതായത് വൈബ്രേഷൻ മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ തൊണ്ടയിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുന്നു. ഒരു ചെണ്ടയിൽ കോലുകൊണ്ടടിക്കുമ്പോൾ അതിന്റെ പ്രതലം കമ്പനം ചെയ്യുന്നു. ഈ കമ്പനമാണ് ശബ്ദമായി നമ്മുടെ ചെവിയിലെത്തുന്നത്. ഈ ശബ്ദം എങ്ങനെയാണ് എന്റെ വായിൽ നിന്ന് നിങ്ങളുടെ ചെവി വരെ എത്തുന്നത്? അതിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം അഥവാ മീഡിയം ആവശ്യമാണ്. വായു, വെള്ളം, ഇരുമ്പ് തുടങ്ങിയ എന്തും ഒരു മാധ്യമമാകാം. വായു ഇല്ലാത്ത ഒരിടത്ത്, അതായത് ഒരു ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് സഞ്ചാരികൾക്ക് പരസ്പരം സംസാരിക്കാൻ സാധിക്കാത്തത്. അവർ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം നടത്തുന്നത്. ശബ്ദം ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുന്നത് തരംഗങ്ങളായിട്ടാണ്. എന്താണീ തരംഗങ്ങൾ? ഊർജത്തെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗമാണിത്. കുളത്തിൽ കല്ലിടുമ്പോൾ ഓളങ്ങൾ ഉണ്ടാകുന്നത് കണ്ടിട്ടില്ലേ? അതൊരു തരംഗമാണ്. അവിടെ വെള്ളമല്ല ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് പോകുന്നത്, മറിച്ച് ഊർജമാണ്. തരംഗങ്ങളെ പ്രധാനമായും രണ്ടായി തിരിക്കാം: യാന്ത്രിക തരംഗങ്ങൾ, വൈദ്യുത കാന്തിക തരംഗങ്ങൾ. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. ശബ്ദതരംഗം, ജലതരംഗം എന്നിവയെല്ലാം യാന്ത്രിക തരംഗങ്ങളാണ്. എന്നാൽ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്തവയാണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ. പ്രകാശം, റേഡിയോ തരംഗങ്ങൾ, എക്സ്റേ എന്നിവയെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. യാന്ത്രിക തരംഗങ്ങളെ വീണ്ടും രണ്ടായി തിരിക്കാം: അനുദൈർഘ്യതരംഗം, അനുപ്രസ്ഥതരംഗം. എന്താണ് അനുദൈർഘ്യതരംഗം? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാരദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണിത്. ശബ്ദമൊരു അനുദൈർഘ്യതരംഗമാണ്. ഒരു ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോൾ അത് അതിന്റെ മുന്നിലുള്ള വായുകണികകളെ ഇടിക്കും. അപ്പോൾ ആ ഭാഗത്ത് വായുവിന് മർദ്ദം കൂടും. ഈ ഭാഗത്തെ ഉച്ചമർദ്ദമേഖല അഥവാ കംപ്രഷൻ എന്നു പറയുന്നു. തൊട്ടടുത്ത നിമിഷം ട്യൂണിംഗ് ഫോർക്ക് പിന്നോട്ടു പോകുമ്പോൾ അവിടെ മർദ്ദം കുറയും. ഈ ഭാഗത്തെ നീചമർദ്ദമേഖല അഥവാ റാരിഫാക്ഷൻ എന്നു പറയുന്നു. ഇങ്ങനെ കംപ്രഷനുകളും റാരിഫാക്ഷനുകളും ഒന്നിടവിട്ടുണ്ടായിയാണ് ശബ്ദം മുന്നോട്ട് സഞ്ചരിക്കുന്നത്.
ഒരു സ്ലിംഗി സ്പ്രിംഗ് മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുമ്പോൾ ഇതേപോലെ തരംഗങ്ങളുണ്ടാകുന്നത് കാണാം. ഇനി എന്താണ് അനുപ്രസ്ഥ തരംഗം? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാരദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്നവയാണിത്. വെള്ളത്തിൽ കല്ലിടുമ്പോൾ ഉണ്ടാകുന്ന ഓളങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വെള്ളത്തിലെ കണികകൾ മുകളിലേക്കും താഴേക്കുമാണ് ചലിക്കുന്നത്, പക്ഷെ തരംഗം മുന്നോട്ടാണ് പോകുന്നത്. ഇതാണ് അനുപ്രസ്ഥ തരംഗം. പ്രകാശവും ഒരു അനുപ്രസ്ഥ തരംഗമാണ്. ഈ തരംഗത്തിലെ ഉയർന്ന ഭാഗങ്ങളെ ശൃംഗങ്ങൾ അഥവാ ക്രസ്റ്റ് എന്നും താഴ്ന്ന ഭാഗങ്ങളെ ഗർത്തങ്ങൾ അഥവാ ട്രഫ്സ് എന്നും വിളിക്കുന്നു. അപ്പോൾ നമ്മൾ തരംഗങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇനി ഈ തരംഗങ്ങളുടെ ചില പ്രത്യേകതകൾ കൂടി നോക്കാം. പ്രധാനമായും 5 എണ്ണമാണുള്ളത്: ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരിയഡ്, തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത്, വേഗത അഥവാ സ്പീഡ്. ആദ്യത്തെ 3 നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ. എന്താണ് തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത്? ഒരു പൂർണ്ണ തരംഗത്തിന്റെ നീളമാണിത്. ഇതിനെ ലാംഡ എന്ന ഗ്രീക്ക് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഒരു അനുപ്രസ്ഥ തരംഗത്തിൽ അടുത്തടുത്തുള്ള 2 ശൃംഗങ്ങൾ തമ്മിലോ 2 ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള ദൂരമാണ് തരംഗദൈർഘ്യം. അനുദൈർഘ്യ തരംഗത്തിലാണെങ്കിൽ അടുത്തടുത്തുള്ള 2 കംപ്രഷനുകൾ തമ്മിലോ 2 റാരിഫാക്ഷനുകൾ തമ്മിലോ ഉള്ള ദൂരമാണിത്. ഇതിന്റെ യൂണിറ്റ് മീറ്ററാണ്. അടുത്തത് വേഗത അഥവാ സ്പീഡ്. ഒരു തരംഗം ഒരു സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നതിന്റെ അളവാണ് വേഗത. ഇതിനെ വി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ 3 അളവുകളും വേഗത വി, ഫ്രീക്വൻസി എഫ്, തരംഗദൈർഘ്യം ലാംഡ തമ്മിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമുണ്ട്. വി = എഫ് ലാംഡ. ഇത് ഓർത്തുവെക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ഒരു തരംഗത്തിന്റെ വേഗത എന്നത് അതിന്റെ ഫ്രീക്വൻസിയെയും തരംഗദൈർഘ്യത്തെയും ഗുണിക്കുന്നതിന് തുല്യമാണ്. ഒരു തരംഗത്തിന്റെ ഫ്രീക്വൻസി 50 ഹെർട്സും തരംഗദൈർഘ്യം 2 മീറ്ററുമാണെങ്കിൽ അതിന്റെ വേഗത എത്രയായിരിക്കും? വി = 50 × 2 = 100 മീറ്റർ പെർ സെക്കൻഡ്. കൊള്ളാം. പ്രകാശം പ്രതിഫലിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ കാണുന്നത് അതാണ്. അതുപോലെ ശബ്ദവും പ്രതിഫലിക്കുമോ? എന്തു തോന്നുന്നോ? തീർച്ചയായും. ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടിത്തിരിച്ചു വരുന്നതിനെയാണ് ശബ്ദത്തിന്റെ പ്രതിഫലനമെന്ന് പറയുന്നത്. മിനുസമുള്ളതും കട്ടിയുള്ളതുമായ പ്രതലങ്ങളിൽ ശബ്ദം നന്നായി പ്രതിഫലിക്കും. പരുപരുത്ത പ്രതലങ്ങൾ ശബ്ദത്തെ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുക. ഈ പ്രതിഫലനം കൊണ്ട് ചില ഗുണങ്ങളുണ്ട്. വലിയ ഹാളുകളിലും ഓഡിറ്റോറിയങ്ങളിലും സീലിംഗും സ്റ്റേജിന്റെ പുറകുവശവും വളഞ്ഞ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇത് ശബ്ദത്തെ പ്രതിഫലിപ്പിച്ച് ഹാളിലെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തിക്കാനാണ്. ശബ്ദത്തിന്റെ പ്രതിഫലനം മൂലമുണ്ടാകുന്ന വളരെ രസകരമായ ഒരു പ്രതിഭാസമാണ് പ്രതിധ്വനി അഥവാ എക്കോ. ഒരു മലയുടെ അടുത്തോ വലിയ ഒഴിഞ്ഞ ഹാളിലോ പോയി ഉറക്കെ ശബ്ദമുണ്ടാക്കിയാൽ അല്പസമയം കഴിഞ്ഞ് അതേ ശബ്ദം നമ്മൾ വീണ്ടും കേൾക്കില്ലേ? അതാണ് എക്കോ. എന്തുകൊണ്ടാണ് എക്കോ ഉണ്ടാകുന്നത്? നമ്മളുണ്ടാക്കുന്ന ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ ചെവിയിൽ തിരിച്ചെത്തുമ്പോഴാണ് എക്കോ കേൾക്കുന്നത്. പക്ഷേ എല്ലാ സമയത്തും എക്കോ കേൾക്കില്ല. ചെറിയ റൂമിൽ നിന്നാൽ എക്കോ കേൾക്കുമോ? ഇല്ല. കാരണം നമ്മുടെ തലച്ചോറിൽ ഒരു ശബ്ദം ഏകദേശം 1/10 സെക്കൻഡ് അഥവാ 0.1 സെക്കൻഡ് നേരം തങ്ങി നിൽക്കും. ഇതിനെ ശ്രവണസ്ഥിരത എന്നു പറയുന്നു. ഈ സമയത്തിനുള്ളിൽ പ്രതിഫലിച്ച ശബ്ദം തിരിച്ചെത്തിയാൽ നമുക്കതിനെ വേർതിരിച്ച് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ എക്കോ വ്യക്തമായി കേൾക്കണമെങ്കിൽ ആദ്യത്തെ ശബ്ദവും പ്രതിഫലിച്ച ശബ്ദവും തമ്മിൽ കുറഞ്ഞത് 0.1 സെക്കൻഡ് സമയവ്യത്യാസം വേണം. വായുവിൽ ശബ്ദത്തിന്റെ വേഗത ഏകദേശം 344 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ 0.1 സെക്കൻഡിൽ ശബ്ദം എത്ര ദൂരം സഞ്ചരിക്കും? ദൂരം വേഗത ഗുണം സമയം 344 ഗുണം 0.1 34.4 മീറ്റർ. ഈ ദൂരം ശബ്ദം അങ്ങോട്ടുപോയി ഇങ്ങോട്ട് വരാനെടുത്ത ദൂരമാണ്. അപ്പോൾ ശബ്ദം പ്രതിഫലിക്കുന്ന പ്രതലം നമ്മളിൽ നിന്ന് എത്ര ദൂരെയായിരിക്കണം? ഇതിന്റെ പകുതി, അതായത് 34.4/2 17.2 മീറ്റർ. അപ്പോൾ വ്യക്തമായ എക്കോ കേൾക്കണമെങ്കിൽ ശബ്ദസ്രോതസ്സും പ്രതിഫലിക്കുന്ന പ്രതലവും തമ്മിൽ കുറഞ്ഞത് 17.2 മീറ്റർ ദൂരമുണ്ടായിരിക്കണം. ഇനി ശബ്ദത്തിന്റെ തുടർച്ചയായ പ്രതിഫലനം മൂലമുണ്ടാകുന്ന മുഴക്കത്തെയാണ് അനുരണനം അഥവാ റിവർബറേഷൻ എന്ന് പറയുന്നത്. വലിയ ഹാളുകളിൽ ഇത് അനുഭവപ്പെടാറുണ്ട്. ഇതൊഴിവാക്കാനാണ് സിനിമാ തിയേറ്ററുകളിലെയും ഓഡിറ്റോറിയങ്ങളിലെയും ഭിത്തികൾ പരുപരുത്തതാക്കുകയും കർട്ടനുകളും കാർപ്പറ്റുകളും ഉപയോഗിക്കുകയും ചെയ്യുന്നത്.
ഇവ ശബ്ദത്തെ ആഗിരണം ചെയ്ത് മുഴക്കം കുറയ്ക്കുന്നു. നമുക്ക് എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. മനുഷ്യന്റെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് അഥവാ 20 കിലോ ഹെർട്സ് വരെയാണ്. 20 ഹെർട്സിൽ താഴെ ഫ്രീക്വൻസിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ എന്ന് പറയുന്നു. ഭൂകമ്പം ഉണ്ടാകുമ്പോഴും അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോഴും ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടാകുന്നു. ആനകൾക്കും തിമിംഗലങ്ങൾക്കും ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും. 20,000 ഹെർട്സിൽ കൂടുതൽ ഫ്രീക്വൻസിയുള്ള ശബ്ദങ്ങളാണ് അൾട്രാസോണിക് ശബ്ദങ്ങൾ. മനുഷ്യർക്കിത് കേൾക്കാൻ കഴിയില്ല. പക്ഷേ നായ, പൂച്ച, വവ്വാൽ, ഡോൾഫിൻ തുടങ്ങിയ ജീവികൾക്ക് ഇത് കേൾക്കാൻ സാധിക്കും. വവ്വാലുകൾ നാട്ടിൽ വഴിതടസ്സങ്ങളില്ലാതെ പറക്കുന്നതും ഇരയെ പിടിക്കുന്നതും അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗിച്ചാണ്. ഈ അൾട്രാസോണിക് ശബ്ദങ്ങൾ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. കടലിന്റെ ആഴമളക്കാൻ ഉപയോഗിക്കുന്ന സോണാർ എന്ന ഉപകരണത്തിൽ അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. വൈദ്യശാസ്ത്ര രംഗത്ത് ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സ്കാൻ ചെയ്ത ചിത്രങ്ങൾ എടുക്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ്, വൃക്കയിലെ കല്ല് പൊടിച്ചു കളയാൻ എന്നിവയ്ക്കെല്ലാം ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ കുട്ടികളെ, ശബ്ദത്തിന്റെ ലോകം എത്ര വലുതാണെന്ന് കണ്ടില്ലേ? അതിന്റെ കമ്പനം മുതൽ പ്രതിധ്വനി വരെ എത്രയെത്ര അത്ഭുതങ്ങളാണ്! പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 800-606-6363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.